തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണ ഉയരുന്ന ഏറ്റവും കൗതുകകരമായ ചർച്ചകളിൽ ഒന്നാണ് പാർട്ടികളുടെ ബാഹ്യ പോരാട്ടം മാത്രമല്ല, ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും എത്രത്തോളം നിലനിൽക്കുന്നു എന്നത്. പോളിംഗ് കഴിഞ്ഞതോടെ പുറത്തുവരുന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് സാധാരണ LDF-UDF പോരാട്ടം എന്നതിലുപരി പ്രചാരണ നരേറ്റീവുകളും പ്രവർത്തക വിശ്വാസവും ജനവികാരവും തമ്മിലുള്ള ബഹുമുഖ ഏറ്റുമുട്ടലായിരിക്കാം എന്നതാണ്. ഈ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഇടതു മുന്നണി നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു എന്ന ചർച്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാകുകയാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ പ്രകാരം പ്രതിപക്ഷത്തെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസം സ്വന്തം പ്രവർത്തകർക്കിടയിൽ ഉറപ്പാക്കുക എന്നായിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ പങ്ക് നിർണായകമാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീട് തോറും എത്തി പ്രചാരണം നടത്തുന്നതും വോട്ടർമാരെ സ്വാധീനിക്കുന്നതും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ടിംഗ് സജീവമാക്കുന്നതും ഇവരിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർന്നാൽ മാത്രമേ ഒരു മുന്നണിക്ക് വിജയ സാധ്യതകൾ ഉറപ്പാക്കാൻ കഴിയൂ. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനായി വലിയ തോതിലുള്ള പരസ്യ പ്രചാരണങ്ങളും തുടർച്ചയായ ഉദ്ഘാടനങ്ങളും നടന്നു. പൊതുപ്രവർത്തനങ്ങൾക്കും വികസന പദ്ധതികൾക്കും കൂടുതൽ ദൃശ്യത നൽകുകയും ഭരണത്തിന്റെ തുടർച്ചയ്ക്കുള്ള ആവശ്യം ശക്തമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രചാരണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം സോഷ്യൽ മീഡിയയിലും പൊതുചർച്ചകളിലും ശക്തമായ നെറേറ്റീവ് പോരാട്ടമാണ് നടന്നത്. ഭരണകക്ഷി സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ പ്രതിപക്ഷമായ UDF വിവിധ ആരോപണങ്ങളും വിഷയങ്ങളും ഉയർത്തി സർക്കാരിനെ പ്രതിരോധ നിലയിലാക്കാൻ ശ്രമിച്ചു. ഈ പരസ്പര പ്രചാരണങ്ങൾ വോട്ടർമാരുടെ മനോഭാവത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ചില മേഖലകളിൽ ഇത് ശക്തമായി പ്രകടമായതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അതിനെതിരായ വിമർശനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തിരഞ്ഞെടുപ്പിന്റെ മുഖ്യ സ്വഭാവമായി മാറിയത്. അതേസമയം ദേശീയ തലത്തിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ നിയമം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ നയങ്ങൾ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളായി ഈ പദ്ധതികൾ ഇപ്പോഴും ചർച്ചയാകുന്നു. ഇതെല്ലാം ചേർന്നപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ മത്സരമല്ല, മറിച്ച് പ്രചാരണ ശക്തി, പ്രവർത്തക വിശ്വാസം, ഭരണവിരുദ്ധ വികാരം, സാമൂഹ്യക്ഷേമ നയങ്ങൾ എന്നിവ തമ്മിലുള്ള സമഗ്ര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. അവസാനമായി എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്ന് വിധി പറയുന്നത് ജനങ്ങളാണ്. പ്രവർത്തകരുടെ ആത്മവിശ്വാസവും പ്രചരണത്തിന്റെ ശക്തിയും ജനവികാരവും ഒന്നിച്ചെത്തുന്നിടത്താണ് വിജയത്തിന്റെ വഴിയൊരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരാൻ ഇനി കാത്തിരിക്കേണ്ടത് ജനവിധിയെയാണ്.